ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേക്കാണ്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. 4 മുട്ടയ്ക്കാണ് കേക്ക് തയ്യാറാക്കുന്നത്. 200 ഗ്രാം മൈദ, 200 ഗ്രാം പഞ്ചസാര, 6 ടേബിൾ സ്പൂൺ പാല്, 200 ഗ്രാം ബട്ടർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ വാനില പൗഡർ. വാനില പൗഡർ ആണെങ്കിൽ 1/4 ടീസ്പൂൺ മാത്രമേ എടുക്കാവൂ. എസൻസ് ആണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ എടുക്കണം. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങളാണ് കേക്ക് തയ്യാറാക്കാൻ ആവശ്യമുള്ളത്. ആദ്യം തന്നെ പഞ്ചസാര നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ. ഇനി മൈദയിലേക്ക് ബേക്കിംഗ് പൗഡറും വാനില പൗഡറും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് അരിപ്പയിലൂടെ ഒരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുത്ത് വെക്കാം. ഇങ്ങനെ 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ കേക്ക് നമുക്ക് ഒരേപോലെ എല്ലാ ഭാഗവും നല്ല കറക്റ്റായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. കേക്ക് തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേക്ക് ടിന്ന് അല്പം ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മൈദയിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒട്ടും തന്നെ നനവില്ലാത്ത പാത്രത്തിലേക്ക് 4 മുട്ടയൊന്ന് നമുക്ക് ഉടച്ചൊഴിക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം 1 മിനിറ്റ് ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. 1 മിനിറ്റ് ആകുമ്പോൾ ഇതിലേക്ക് അല്പം ഉപ്പും പഞ്ചസാര പൊടിച്ചതിൽ നിന്നും ഒരു 3-4 ടേബിൾ സ്പൂണും കൂടിയും ചേർത്ത് വീണ്ടും 1 മിനിറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്പീഡ് കുറച്ചും കൂടി ഒന്ന് കൂട്ടിക്കൊടുത്ത് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഇതൊരു 2 മിനിറ്റും കൂടി ഹൈ സ്പീഡിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്ത് മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അടുത്തത് നമുക്ക് ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ബട്ടറും അതുപോലെ കേക്കിന് എടുക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം. ബട്ടർ, പാല്, മുട്ട എല്ലാം തന്നെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ബട്ടർ ബീറ്റ് ചെയ്യുമ്പോഴും നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറി നല്ല സോഫ്റ്റായിട്ട് എടുത്തതിന് ശേഷം മാത്രമേ അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാവൂ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ വീതം ഇട്ട് യോജിപ്പിച്ച് ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റാക്കി എടുക്കാം. ഇപ്പം ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമ്മുടെ ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മിശ്രിതം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മളിത് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യരുത്. ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മാത്രം മതി. ഇപ്പോൾ പാകത്തിന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയിൽ നിന്നും കുറേശ്ശെ വീതം വിട്ട് സാവധാനം ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ മുഴുവൻ മൈദയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബാറ്ററിലുള്ള എയർ ബബിൾസ് എല്ലാം പോവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് 180 ഡിഗ്രിയിൽ 45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ കേക്ക് കറക്റ്റായിട്ട് നമുക്ക് പൊങ്ങിക്കിട്ടില്ല. ഇപ്പം 45 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നല്ല പാകത്തിന് തന്നെ നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ ഒരു വാനില സ്പോഞ്ച് കേക്കാണിത്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.